പി.ജെ. കുര്യൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആൻ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും രണ്ടിലുള്ള ഒരാൾ ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ഓർമ്മ എനിക്ക് ഈ കാര്യത്തിൽ ഉള്ളൂ. ഞാൻ ഇന്ന് TV ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞതും കണ്ടു, TV ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ. എത്ര ലക്ഷം രൂപ ആണെന്നുള്ള വിവരം എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതൊന്നും ഞാൻ ചോദിച്ചില്ല. അത് ഞാൻ ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല. കാര്യം അത്തരം ഒരു ഡിസ്കഷൻ്റെ ആവശ്യം ഒന്നും എനിക്ക് അന്നേരം തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ശ്രീ നന്ദകുമാർ വന്ന് എന്നോട് ശ്രീ A.K. ആൻ്റണി സാറിൻ്റെ A.K. അടുത്ത ആളാണല്ലോ കുര്യൻ സാറ്, എനിക്കൊരു സഹായം ചെയ്യണം, എനിക്കിങ്ങനെ അനിൽ ആൻ്റണി പൈസ തരാനുണ്ട്, അത് കിട്ടിയില്ല, തരുന്നില്ല, അത് സാറ് ഇടപെട്ട് പറയണമെന്ന് പറഞ്ഞു. അത്രയും ശരിയാ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കൈക്കൂലി മേടിച്ചതോ നിയമനക്കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അതൊന്നും എനിക്കറിഞ്ഞു. ഇല്ലില്ല, ഞാൻ അതിന് അത്തരം സാധ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അറിവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. എൻ്റെ അറിവിൽ അല്ല, അതാ എൻ്റെ അറിവിൽ അത്തരം കാര്യമൊന്നും ഇല്ല. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഞാനിത് കുറേ വർഷം നടന്നുകൊണ്ട് കൂടുതൽ എനിക്ക് ഓർമ്മയില്ല. നേരിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും, അതെ, നേരിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നെ അതെ, എനിക്ക് അതിനകത്ത് സത്യത്തിൽ വ്യക്തമായ ഓർമ്മയില്ല. നേരിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാൻ ചോദിച്ചില്ല. അത് അങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത്? ഇപ്പോഴേ അതൊരു സിമ്പിൾ എന്നാണ് പറയുന്നത്, ഒരു ഇങ്ങനെ പണം നന്ദകുമാറിന് കിട്ടാനുണ്ട് പണം എന്ന് പറയുമ്പോൾ എനിക്കത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാണെന്ന് കാര്യം, നന്ദകുമാർ ഒരാൾ എനിക്ക് പണം കിട്ടാനുണ്ട്, മറ്റൊരാൾ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ടെന്ന് പറയുന്ന ഉടനെ എന്തിനു കൊടുത്തതാണ് അല്ലെങ്കിൽ എന്തിനു കിട്ടാനുള്ള എനിക്ക് തന്നെയല്ല ഡൗട്ട് ചെയ്യേണ്ട കാര്യവും എനിക്കില്ല. ഞാൻ അതെ, എങ്കിൽ നന്ദകുമാർ പൈസ കൊടുക്കാനുണ്ടെന്ന് നന്ദകുമാർ പറയുന്നു, അത് ശരിയാണെങ്കിൽ പൈസ അത് കൊടുക്കണം എന്ന് മാത്രം ഞാൻ പറയും. അത് ഞാൻ ഓർക്കുന്നില്ല. ഞാനതാ പറഞ്ഞത്, രണ്ടിലൊരാളോടാ. ഇല്ലില്ല, പിന്നെ എന്നോട് ശ്രീ നന്ദകുമാർ ആ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. ഇല്ലില്ല, ഞാൻ അപ്പോഴേ മറന്നു. ഇപ്പോൾ അത് ഇത്രയും കാര്യം ഈ ചാനലിൽ ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് പല ചാനലുകളും പറയുന്നത് കണ്ടപ്പോൾ ഞാനത് ഓർത്ത് എടുത്തതാണ് ഇത്രയും കാര്യം. ഞാൻ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കുമ്പോഴാണ്, എനിക്ക് 5-6 വർഷമെങ്കിലും ഒക്കെ കാണും. അങ്ങനെയൊന്നും പറഞ്ഞില്ല. നല്ല തുകയാണെന്നും ചെറിയ തുകയാണെന്നും ഒന്നും പറഞ്ഞില്ല. അത് അല്ല, അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് പറഞ്ഞില്ല. കാര്യം ഞാനിത് അപ്പോഴേ മറന്നു. മനസ്സിലായല്ലോ, എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല ശുപാർശകളും പല ആളുകളും വന്ന് എൻ്റെ ഇൻ്റർവെൻഷൻ എന്നോട് ഇടപെടാനായിട്ട് പറയുമ്പോൾ ഞാൻ ന്യായമായും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അത് ഇടപെടുന്ന ഒരു സ്വഭാവം എൻ്റെ. എനിക്ക് നേരത്തെ അറിയാം നന്ദകുമാർ ഡൽഹിയിൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അതിനോട് എനിക്ക് വർഷങ്ങളായിട്ടറിയാം. പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ മിക്കവാറും ഈ ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ നന്ദകുമാർ മിക്കവാറും ഞാൻ ഫ്ലൈറ്റിൽ കണ്ടാൽ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇല്ല, അല്ല, ഞാൻ അത്തരം അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദുഷ്ടലാക്കാണോ ശരിയായ ലാക്കാണോ എന്നൊന്നും എനിക്ക് നേരിട്ടറിയാൻ വയ്യാത്ത കാര്യം ഒരിക്കലും ഞാൻ കമൻറ്റ് ചെയ്യത്തില്ല, പറയത്തില്ല. ദുഷ്ടലാക്കാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് മറുപടി പറയേണ്ടത് അതിനോട് ബന്ധപ്പെട്ടവരാണ്. എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാനൊരിക്കലും
മറ്റൊരാളെക്കുറിച്ച് എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത ഒരാരോടും പറയത്തില്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് നേരിട്ട് ബോധ്യമുണ്ടല്ലേ പറയുന്നത്. അപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന ഇത്രയും കാര്യമുള്ളൂ, അത് ഞാൻ പറയുന്നു. അത് പിന്നെ അല്ല, അത് ഈ നമ്മുടെ നന്ദകുമാർ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. ദല്ലാളന്മാരെ ഒന്നും എനിക്ക് പരിചയമില്ല, ദല്ലാളായിട്ട് പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. എനിക്കങ്ങനെ യാതൊരു അറിവുമില്ല. സാർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ AK ആന്റണി ആദർശ വീരൻ എന്നാണല്ലോ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ സംസ്ഥാന രാഷ്ട്രീയം വിട്ട് ദില്ലിയിൽ അത്രയും വലിയൊരു പൊസിഷൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ മകനാണെങ്കിൽ പോലും സ്വാധീനിക്കാൻ കഴിയുമോ? അല്ല, ഞാൻ ഒരു കാര്യം പറയും, AK ആന്റണിയെ ആർക്കും സ്വാധീനിക്കാൻ കഴിയത്തില്ല എന്ന വിവരം എനിക്ക് നല്ലവണ്ണം അറിയാം. ഏതാ AK ആന്റണി ആര് പറഞ്ഞാലും ആര് നിർബന്ധിച്ചാലും ഒരഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ അഴിമതി ചെയ്യിക്കുകയോ AK ആന്റണി ചെയ്യത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ആന്റണി ഇത് യാതൊന്നും ചെയ്യത്തില്ല. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. വിവാദ ഇടനിലക്കാരൻ നന്ദകുമാറിന്റെ ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരിവെച്ച് PJ കുര്യന്റെ പ്രതികരണം വരികയാണ്. നന്ദകുമാർ കണ്ടിട്ടുണ്ട്, അനിൽ പണം നൽകാനുണ്ടെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്, അതിൽ ദുഷ്ടലാക്കുണ്ടോ എന്ന കാര്യമൊന്നും തൻ്റെ ഓർമ്മയിലില്ല. ന്യായമായ കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെടാൻ ആവശ്യപ്പെട്ടാൽ താൻ ഇടപെടാറുണ്ട്. അത്രയും മാത്രമേ നന്ദകുമാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. നന്ദകുമാറിന് ഡൽഹിയിൽ എല്ലാവർക്കും അറിയാം. പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടു, സംസാരിച്ചിട്ടുണ്ട്. എന്നതിനപ്പുറത്തേക്ക് ഈ ആരോപണത്തിലെ മറ്റു ഭാഗങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നാണ് PJ കുര്യൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വിവാദമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നു ഇപ്പോൾ ഇടനിലക്കാരനായ TG നന്ദകുമാർ. അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു വിനീത വിജി നേരത്തെ നൽകിയത്. അതിൽ PJ കുര്യൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.